6. പ്രച്ഛന്നവേഷ മത്സരം. കർദിനാളായി തലയെക്കെട്ട് ചുറ്റി ആദ്യത്തെ പാട്ടുകുർബാന ചുമന്നുകൊണ്ട് കണ്ണാടിപ്പുഴയിലെ തറവാടി ക്രിസ്ത്യാനി മകൻ പീറ്റർ ബലിവേദിയിൽ നിന്നു. മുൻനിരയിൽ നിർവൃതിയോടെ അവൻ്റെ അപ്പനും അമ്മയും ദൈവവചനം തട്ടി താഴെ മുട്ടുകുത്തി നിന്ന് വീർപ്പുമുട്ടി. പെട്ടെന്ന് പണ്ടേ തന്നെ അപ്പൻ തന്നെ ചുമട്ടുകാരനാക്കില്ല എന്നു നേർന്നത് ഫലവത്തായല്ലോ എന്നോർത്ത് അവൻ വിളംബമന്യേ തകൃതിയിൽ ലജ്ജാലുവായി. വിതയ്ക്കുന്ന വിത്തുകളുടെ ഉപമയും എറിയുന്ന ധാന്യങ്ങളുടെ വിധിയും ദൈവശാസ്ത്രത്തിന് മുൾക്കിരീടം ചാർത്തി. അതിനിടയ്ക്ക് കളിക്കൂട്ടുകാരി മറിയ കന്യാസ്ത്രീ വേഷത്തിൽ അവതാരം കൊണ്ടു. പ്രസംഗമണ്ഡപത്തിനു ചുവട്ടിൽ പ്രാചീനമായൊരു പ്രച്ഛന്നവേഷം പോലെ സർവാംഗം വസ്ത്രമണിഞ്ഞ് ചൂടെടുത്ത് ആരാധനയിലവൾ വിയർത്തു കുഴങ്ങി. പീറ്റർ പെട്ടെന്ന് മുഖം തിരിച്ചു, പ്രാർത്ഥിച്ചു, ദൈവമേ, പറ്റുമെങ്കിൽ ഈ കുർബാന എന്നെ കൊണ്ട് പൂർത്തിയാക്കുക, അല്ലെങ്കിൽ അവളുടെ ഇഷ്ടം നിറവേറും. കഷ്ടം, അവന് അറിയുകയില്ല. അവളുടെ ഇഷ്ടം നിറവേറുകയില്ല. ആരുടെ ഇഷ്ടവും നിറവേറുകയില്ല. പ്രച്ഛന്നവേഷങ്ങളുടെ മുകൾ പരപ്പിൽ തേഞ്ഞു തീരുന്ന മെഴുകുതിരിയാണ് വിശ്വാസമെന്ന് അവർക്കറിയുകയില്ല. അകത്ത് ജന്മാന്തര സ്രവന്തി വിതുമ്പുന്നു. മറിയമേ, എൻ്റെ മറിയമേ. മുറിഞ്ഞ ദുരിതാദരങ്ങൾ വിളിക്കുന്നു. കത്തുന്ന കണ്ണുകൊണ്ട് മറിയ നോക്കുന്നു. തീയിൽ അവൻ 2 ഇറ്റ് വീഞ്ഞൊഴിച്ചു. പിന്നെ ഗോതമ്പ് പാളി അതിൽ മുക്കി കട്ടൻ ചായയിൽ റൊട്ടി മുക്കിയ നിത്യപരിചയത്തോടെ ദൈവത്തെ വിഴുങ്ങി. ആശീർവാദം വാങ്ങി ആടുകൾ പിരിഞ്ഞു. നാടകം തീർന്നു. പ്രച്ഛന്നവേഷ മത്സരം അവസാനിച്ചു. അഭിനേതാക്കൾ ഇടനാഴിയിൽ കുശലം പറഞ്ഞു. ലാഘവത്തോടെ പീറ്റർ ചോദിച്ചു, സിസ്റ്റർ മരിയ ഇപ്പോൾ എവിടെയാണ്? സന്തോഷത്തോടെ മേരിക്കുട്ടി പറഞ്ഞു, കണ്ണാടിപ്പുഴയിൽ തന്നെ. അന്നു രാത്രി 8 നക്ഷത്രങ്ങൾ തമ്മിൽ ചോദിച്ചുകൊണ്ടു നീങ്ങി. കഷ്ടം, വിധിയുടെ ഭീകരവാദം ഏത് രാഷ്ട്രത്തിനു വേണ്ടി? തോമസാണ് അതിനുത്തരം പറഞ്ഞത്. സ്വർഗത്തിൽ പോയ ഒന്നും അറിയാത്ത 2 കുട്ടികൾ മാത്രമാണ് നിങ്ങൾ. പരസ്പരം തർക്കിക്കാനല്ലാതെ ഉത്തരം പറയാൻ നിങ്ങൾക്കാകില്ല. അവർ കണ്ണാടിപ്പുഴയിൽ മുഖം നോക്കി പൊലിഞ്ഞുകൊണ്ട് ചിരിച്ചുപോയി. അവരുടെ ചിരികൾ സ്വയം പ്രകാശം ചൊരിയുന്ന പരലുകൾ പോലെ പുഴയുടെ സുതാര്യ മാംസത്തിൽ നീന്തി. ജലത്തിനുള്ളിൽ അനേകം ജലധാരകൾ പ്രകാശ ശരീരമേന്തി നടന്നു. പുഴ ഒഴുകിക്കൊണ്ടേ കടന്നു. പ്രവചനങ്ങൾ ഇമതല്ലുന്ന തിരമാലകൾ മൺശിഖരങ്ങളിൽ ചിറകൊതുങ്ങി നിന്നു. രാപ്പക്ഷികൾ വിരലിൽ കൂടി ചോർന്ന് ആകസ്മികമായ നടപ്പാതയിൽ കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് രാത്രിയും. എല്ലാ ദൃശ്യങ്ങളും ഇരുട്ടിൻ്റെ നീൾസഞ്ചിയിൽ ഒതുങ്ങിച്ചേരുമ്പോൾ ഒരിക്കൽ പടവുകൾ കയറി വരും. പുഴയുടെ തണുത്ത ആശീർവാദത്തിൽ തോമസിൻ്റെ കാലുകൾ നനഞ്ഞു. നനയുക പോലും ചെയ്തു.